കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 മാർച്ച് മാസം 8-ാം തീയതി വിശുദ്ധ സഭായുഗമായ ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2026 മൂന്നാം മാസത്തിൻ്റെ ഈ സമയം വരെയും ദൈവകൃപയിൽ നമ്മെ കർത്താവ് പൊതിഞ്ഞു. ഈ വർഷം പിറന്നത് മുതൽ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോവുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു തൻ്റെ വരവിനെക്കുറിച്ച്, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. ഈറ്റുനോവെന്ന് പറഞ്ഞാൽ പ്രസവത്തെയാണല്ലോ കാണിക്കുന്നത്. കർത്താവ് ഉദ്ദേശിച്ചതാ. അപ്പോൾ പ്രസവം നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വേദന വർദ്ധിക്കും. കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അഹങ്കാരികളായ യുദ്ധക്കൊതിയന്മാരായ മനുഷ്യർ, സുബോധം നഷ്ടപ്പെട്ടവർ, മനുഷ്യനെ എന്ത് ചെയ്യുന്നു? പരസ്പരം കൊന്നുപിടിക്കുന്നു. കോടാനുകോടി രൂപ മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നാടൻ ഭാഷയിൽ പറഞ്ഞ കാക്ക വിച്ചിന് പോക്കില്ലാതെ കിടന്ന മാനവജാതി, അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു, അവർക്ക് അറിവ് വർദ്ധിച്ചു. ഇതൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സമ്പത്തും ആ അറിവും പരസ്പരം സ്നേഹത്തിൽ, ഐക്യതയിൽ, സമാധാനത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ കടിച്ചു കീറുന്ന സിംഹങ്ങളെപ്പോലെ മനുഷ്യനായി തീർന്നിരിക്കുക. ഒരു ചിന്തകൻ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, മെൻ വാസ് എ എഡ്യൂക്കേറ്റഡ് ആനിമൽ. ഒരു വിവേകമുള്ള മൃഗമായി മനുഷ്യൻ മാറി എന്ന് പറഞ്ഞാൽ എത്രയോ സത്യം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ, ഞാനത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ്റെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തെ എന്തായിട്ട് കണ്ടു അവരെ? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ, സ്വന്തം ശരീരങ്ങളിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിലേൽപ്പിച്ചു. ഒന്ന് അശുദ്ധിയിലേൽപ്പിച്ചു, രണ്ടാമത് അപമാനരാഗങ്ങളിലേൽപ്പിച്ചു. അപ്പോൾ എന്തായി? ആണും പെണ്ണും തിരിച്ചറിവില്ലാത്തൊരു വർഗമായി മാറി. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവളും പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ടാണോ അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. സ്വത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മൂന്നാമത്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. കണ്ടോ? ആ മൃഗസ്വഭാവത്തിലേക്ക് വന്നു നിന്നുണ്ടോ വാക്യം? നികൃഷ്ട ബുദ്ധി. ഈ മൃഗങ്ങൾക്കല്ലേ നികൃഷ്ട ബുദ്ധിയുള്ളത്? തലയിലിരിക്കുന്നത് ദേവനാണെന്ന് സങ്കല്പം. 3-4 പേരൊക്കെ കയറിയിരിക്കും. അതിന് മതം ഇളകുമ്പോൾ എന്ത് ചെയ്യുക? കുലുക്കിയിട്ട് ചവിട്ടി പൊട്ടിക്കും. അതൊരു നികൃഷ്ട ജീവിയല്ലേ? അതിനെ ഇണക്കിയെടുത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മൃഗം തന്നെയാണ്. അതതിൻ്റെ സ്വഭാവം കാണിക്കും. മൃഗത്തെ പോലൊരു മനുഷ്യൻ ഈ ലോകം ഭരിക്കാൻ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്വത്രം. അപ്പോൾ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു.
അപ്പം ഇന്ന് ലോകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ മുഴുവൻ ജനറേഷൻ ഈ പിന്തുടർച്ചക്കാരാണെന്ന് നമ്മൾ പഠിച്ചാൽ അതിൽ തെറ്റുണ്ടോ? അവരുടെ ഇടയിൽ നിന്ന് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പനയായ സ്നാനമേറ്റ് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനാണ് ദൈവസഭയാകുന്ന നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് ലക്ഷ്യബോധമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയ ഗോളം. ശുശ്രൂഷന്മാരും അങ്ങനെ തന്നെ. അവർക്കൊരു ഗോളില്ല, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ എപ്പോഴും പറയുമായിരുന്നു, എന്തിനാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ഓരോരുത്തരും ഓരോ പൊട്ടത്തരം പറയും. ഞാൻ നല്ലവനായിട്ട് ജീവിക്കാനാ, ഞാൻ വേല ചെയ്യാനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് രക്ഷാപൂർത്തി പ്രാപിച്ച് സ്വർഗത്ത് പോകാനാണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ, ആ ചിന്തയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇവിടെ പ്രാർത്ഥിച്ച് ലോറിയും വീടും കാറും പ്ലെയിനും ഒക്കെ മേടിച്ച് ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിച്ച് നിത്യമായ നാശത്തിലേക്ക് പോയി പാലിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ടത്, നാം കർത്താവിനെ കണ്ടെത്തിയത് ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരാനാണ്, സ്വർഗരാജ്യത്തിൻ്റെ അംശികളായി തീരാനാണ്. 2 സംഭവങ്ങളെക്കുറിച്ച് ഒരു വലിയ ചിന്തകൻ പറഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ ഓർത്തു. അതിലൊരു സംഭവം, ലോകത്തിലെ 2 സംഭവങ്ങൾ, ഒന്ന് നടന്നു കഴിഞ്ഞു, ഒന്ന് നടക്കാൻ പോകുന്നു. എനിക്ക് വളരെ വിചിത്രമായി തോന്നി. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ചെപ്പിൽ അത് സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഇപ്പോഴത് പറയുകയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത് പെട്ടെന്ന് ഓർമ്മ വന്നു ഹൃദയത്തിൽ. ഒന്നാമത്തെ സംഭവം, ആദാമ്യ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ നിത്യനരകത്തിന് യോഗ്യനായി കിടന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു. അതാണ് ഏറ്റവും വലിയ സംഭവം. അതിനേക്കാൾ വലിയൊരു സംഭവം ഒന്നും ലോകത്തിൽ വേറെ ഇല്ല ദൈവത്തെ. 7 അത്ഭുതങ്ങളും അതും ഇതുമൊക്കെ ഈ ലോകക്കാർ പറഞ്ഞുണ്ടാക്കിയില്ല. അതൊന്നും പുസ്തകത്തിന് നിരക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒരാത്മീകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാസംഭവം, നഷ്ടപ്പെട്ടു പോയ പാപിയെ വീണ്ടെടുക്കുവാൻ വേഷത്തിൽ മനുഷ്യനായി ദൈവപുത്രൻ വന്നു, അല്ലെങ്കിൽ ദൈവം ഭൂമിയിൽ അവതരിച്ചു. അതാണ് ഏറ്റവും വലിയ സംഭവം. രണ്ടാമതൊരു സംഭവം നടക്കാൻ പോകുന്നു. അതെന്താണ്? അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവപൈതലാക്കി തീർത്തു. അവൻ നല്ലൊരു ആത്മീകനായി ജീവിച്ച് നിത്യത പ്രാപിക്കാൻ വേണ്ടി അവൻ ജീവിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ, ജീവിച്ചങ്ങനെ മരിച്ചുപോയവരെയും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെയും ചേർക്കുവാനായിട്ട്, മരിച്ചുപോയാൽ ഉയർപ്പിച്ച് ജീവനോടിരുന്നാൽ രൂപാന്തരം കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ അംശികളാകാൻ കർത്താവ് മേഘപ്രത്യക്ഷതയിൽ 2ാമത് വരാൻ പോകുന്നു. ഇതാണ് 2ാമത്തെ സംഭവം. ഈ 2 സംഭവങ്ങളാണ് ഏറ്റവും വലിയ സംഭവം. മറ്റ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങളാണ്. നമ്മൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. നല്ല ആത്മീയ ദൃഷ്ടിയുള്ളവർ, നല്ല തികഞ്ഞ ആത്മീയരായി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഈ 2 കാര്യങ്ങൾ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ഒന്ന്, കർത്താവ് എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ നൽകി തന്നു. നിത്യമായ നരകാഗ്നിയിലേക്ക് പോകേണ്ട എനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഒരു വഴി തുറന്നു തന്നു. അത് ദൈവപുത്രൻ വന്നു നമ്മളെ വീണ്ടെടുത്തു, ദത്തെടുത്തു, പേർ ചൊല്ലി വിളിച്ചു. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നൽകി തന്ന് മക്കളും അവകാശികളുമാക്കി മാറ്റി. അതാണ് ഏറ്റവും വലിയ സംഭവം. 2, അങ്ങനെയുള്ളവരെ ചേർക്കാൻ കർത്താവ് വേഗം വരുന്നു. 2ാമത്തെ സംഭവം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. മനുഷ്യന് സ്വയമായിട്ടൊരിക്കലും അവന് ജീവിക്കാൻ കഴിയത്തില്ല. യിരെമ്യാ പ്രവചനം സ്തോത്രം, അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ ദൈവമക്കളെ. യിരെമ്യാവ് 10-ന്റെ-23 എന്താ അവിടെ എഴുതി വച്ചേക്കുന്നത്? ശ്രദ്ധിച്ച് പഠിക്കണം. ഇതൊന്നും വേണ്ട രീതിയിൽ ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 10-ന്റെ-23-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെയും നേരെയാക്കുന്നതും സ്വാധീനമല്ല,
എന്ന് ഞാൻ അറിയുന്നു. തൻ്റെ വഴികളെ ക്രമീകരിക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ മനുഷ്യന് കഴിയില്ല. ഇത് നാലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ കുറേ കണ്ടുപിടുത്തങ്ങളും നമ്മൾ കുറേ നേട്ടങ്ങളൊക്കെ കൊയ്തെടുത്തു എന്ന് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. വളരെ ഐശ്വര്യമായ നിലയിൽ ജീവിതം നയിക്കുന്നുണ്ട്. സമ്പന്നതയോടെ സകല പ്രതാപങ്ങളോടുകൂടി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശരിയായ ജീവിതമല്ല. ഇതൊക്കെ നാശത്തിലേക്കുള്ള പോക്ക. മനുഷ്യന് തൻ്റെ വഴി നടക്കുന്നവന് തൻ്റെ കാലടി നേരെയാക്കാൻ, ഒരു നേരായ പാതയിൽ മനുഷ്യനെ നടക്കുവാൻ, നേരായ രീതിയിൽ മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവന് സ്വയം കഴിയത്തില്ലെന്ന് സാരം. അവന് ദൈവത്തിൻ്റെ സഹായം വേണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, നമുക്കറിയാം, മനുഷ്യൻ ചെയ്യുന്നതൊന്നും അസാധ്യമാകില്ല. വളരെ ശരിയാ. ഭൗതികമായി ചെയ്യുന്നതൊന്നും അസാധ്യമാകില്ല. കാര്യമൊക്കെ ശരി. പ്ലെയിനിൽ പോകാൻ പറ്റും, കപ്പലിൽ പോകാൻ പറ്റും, ലോകത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറ്റും. ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരിക്കുന്നതും ഒരു സെക്കൻഡ് കൊണ്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. ഒരു രാജ്യത്തിരുന്നു കൊണ്ട് മറ്റൊരു രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റും. മോഡേണായിട്ടുള്ള, ആധുനികമായിട്ടുള്ള ഹൈടെക് കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ലോകത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആത്മീയമായി അവന് രക്ഷപ്പെടാൻ, സ്വയം രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിന് ദൈവത്തിൻ്റെ സഹായം അവന് വേണം. ദൈവത്തിൻ്റെ കൃപ അവന് വേണം. ദൈവത്തിൻ്റെ വചനങ്ങൾ അവന് വേണം. സ്തോത്രം. പ്രൊവർബ്സ് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. സദൃശവാക്യം 16-9. അതുകൂടി ഒന്ന് വായിക്കാം. വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. സദൃശവാക്യം 16-ന്റെ-9 വാക്യം. ഇതൊക്കെ വളരെ കുറിപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാര കാര്യങ്ങളല്ലേ. ഹല്ലേലൂയ. 16-ന്റെ-9 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു. അവൻ സ്വയം തൻ്റെ വഴികളൊക്കെ തിരഞ്ഞെടുത്ത് നിരൂപിച്ച് അതിലൂടെയൊക്കെ നടക്കുന്നു. പക്ഷേ അവൻ്റെ കാലടികളെ യഹോവ ക്രമപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ കാലടികളെയും ഭാവിയും ആര് ക്രമപ്പെടുത്തണം? ദൈവം ക്രമപ്പെടുത്തണം. അല്ലാതെ ഒന്നും നടക്കത്തില്ല. ഈ കാണിക്കുന്ന യുദ്ധങ്ങളും ഈ തമ്മിത്തല്ലും ഈ വഴക്കും ഈ വക്കാണങ്ങളും ഒക്കെ ശുഭകരമായൊരു ഒരു പ്രവൃത്തിയല്ല. ഇതെല്ലാം നാശത്തിലേക്കാണ് പോകുന്നത്. ഒരു രാജ്യം ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തി ഞങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അവരും തോറ്റു കിടക്കുക. ഞാൻ ഇന്നലെ 2-3 മെസ്സേജിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ 2 കൂട്ടരെയും തോൽപ്പിക്കാനായിട്ട് ഒരുവൻ വരാൻ പോവുകയാണ്. അവൻ്റെ പേരാണ് ആൻറ്റിക്രൈസ്റ്റ്. ജയിച്ചെന്ന് പറയുന്നവനെയും തോറ്റെന്ന് പറയുന്നവനെയും ഒരുപോലെ പ്രഹരിച്ച് ഒരുപോലെ കീഴ്പ്പെടുത്തി നിത്യമായ നാശത്തിലേക്ക് വലിച്ചടച്ചുകൊണ്ട് പോകാൻ ഒരു പൈശാചിക നിയന്ത്രണത്തിൻ്റെ കീഴിലുള്ള ഒരു സ്വേച്ഛാധിപതി ഈ ലോകം ഭരിക്കാൻ വരുന്നു. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള അറിവ് മനുഷ്യൻ ഇല്ലാതെ പോയാൽ സംഭവിക്കുന്നത് എന്താ? എത്ര ജയിച്ചെന്ന് പറഞ്ഞാലും എത്ര നേടിയെന്ന് പറഞ്ഞാലും അവൻ പരാജയത്തിൻ്റെ പടുകുടി തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ഉള്ളതുപോലെ അറിഞ്ഞ് ഒരു ദൈവമനുഷ്യനായി ജീവിക്കാം. പൗലോസ് തിമോഥെയോസിനെ വിളിക്കുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ദൈവത്തിൻ്റെ മനുഷ്യൻ. അങ്ങനെ മനുഷ്യനുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ മനുഷ്യരുണ്ട്, സാത്താൻ്റെ മനുഷ്യരുണ്ട്. ഇന്ന് ലോകത്ത് കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പെട്ടതയാണ്. പക്ഷേ പ്രമാണത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവരൊന്നും ദൈവമനുഷ്യനാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനായിത്തീരുന്നു. ഓരോ യുഗങ്ങളിലും ഓരോ പ്രമാണം ദൈവം കൊടുത്തിരുന്നു. ഈ കൃപായുഗത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണമാണ് ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം. കൃപായുഗത്തിലെ പ്രമാണം അത് ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം. അതിന് മുൻപുള്ള പ്രമാണം മോശയികനായ പ്രമാണം. തമ്മിൽ ഭാരങ്ങൾ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഉപദേശം, താവായേശു ക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ഇങ്ങനെയൊക്കെ വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത്
കർത്താവിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ബഹൂരോ പറഞ്ഞ് ഇന്ന് പൽക്കാലം എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് വരുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. നമ്മുടെ വേദ ധ്യാനത്തിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 തെസ്സലോനി 5-ാം അധ്യായം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാന അധ്യായങ്ങളിൽ ഒന്നാണ് 1 തെസ്സലോനി 5-ാം അധ്യായം. എന്താ പാസ്റ്റർ അങ്ങനെ പ്രധാനം എന്ന് പറയാൻ കാര്യം? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അപ്പോസ്തലനായ പൗലോസ് തരുന്ന ശക്തമായ പ്രബോധനമാണ് 1 തെസ്സലോനി 5-ാം അധ്യായം. 1 തെസ്സലോനിക്ക ലേഖനം കർത്താവിൻ്റെ വരവിനെ കുറിച്ചും ഒരുക്കത്തെക്കുറിച്ചും പറയുമ്പോൾ 2 തെസ്സലോനി ലേഖനം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ കാണിക്കുന്നു. തരംതിരിച്ച് പഠിക്കണം, വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പഠനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം കർത്താവിൻ്റെ വരവിനെ കുറിച്ചും അതിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും ശക്തമായി പഠിപ്പിക്കുമ്പോൾ 2 തെസ്സലോനിക്ക ലേഖനം യേശുക്രിസ്തുവിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് കാണിക്കുക. ഇത് രണ്ടും നമ്മൾ നന്നായി പഠിച്ചെടുക്കണം. തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തൊരു വാക്കുണ്ടിങ്ങനെ, ഞാനത് വായിക്കാം. 26-27 എൻ്റെ അവസാന വാക്യം. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ്. സഹോദരന്മാരെ ഒക്കെ ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. പൗലോസ് ഇത് എഴുതി വെച്ചതാ, തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി എഴുതി വെച്ചതാണെന്നാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ ചെയ്തികളിലൂടെ ഞാനങ്ങ് ചിന്തിച്ചു പോവുക. കാരണം ഇത് വായിക്കാറില്ല, പഠിപ്പിക്കാറില്ല. നമ്മളിപ്പോഴും സങ്കീർത്തനത്തിൽ കിടക്കുക. PM ജോസഫ് IPCയിലെ കരുത്തനായ പാസ്റ്റർ മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, സങ്കീർത്തനമില്ലെങ്കിൽ പാസ്റ്ററിന് പ്രസംഗമില്ല. ആ ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയി. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾ സഭയെ പഠിപ്പിക്കുന്ന രീതി വളരെ കുറവായി. എന്നാൽ ഇന്ന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം പണ്ടുള്ളതിനേക്കാൾ അനേക പാസ്റ്റർമാർ, അനേക ശുശ്രൂഷകന്മാർ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രസംഗിക്കുകയും ശക്തിയോടെ അത് ജനത്തെ ഗ്രഹിപ്പിക്കുകയും ആ പുതിയ നിയമ വചന വ്യവസ്ഥയിലേക്ക് ജനത്തെ നടത്തുകയും ആ വ്യവസ്ഥയനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ശക്തിയോടെ പ്രസംഗിക്കുന്ന അനേക ശുശ്രൂഷകന്മാർ എഴുന്നേറ്റു വരുന്നെന്നുള്ളത് ഏറ്റവും സന്തോഷവും ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു വസ്തുത തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ അത് തന്നെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃപായുഗത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രമാണമാണ് തമ്മിൽ ഭാരങ്ങളെ ചൂപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. മോശയും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ അതോടെ തീർന്ന പരിപാടി. യോഹന്നാൻ സ്നാപകൻ കഴിഞ്ഞ ശേഷം പ്രമാണം വേറെ വന്നു. അതിലേക്കൊന്നും ആരും വരുന്നില്ല. എനിക്ക് അത് വളരെ സങ്കടകരമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗം പറയാനായിട്ട് എനിക്കിപ്പോൾ പെട്ടെന്നൊരു ഹേമം കർത്താവ് തന്നു. അതുകൊണ്ട് ഞാനങ്ങ് പറയുക. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വാക്യം വായിച്ച്. എബ്രായർ 8-ന്റെ 10 മുതൽ 13 വരെ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആയിരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെയും അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യത്തെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അടുത്ത എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16 വാക്യങ്ങൾ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകും. ഈ കാലം എന്ന് പറഞ്ഞാൽ ഏത് കാലം? ന്യായപ്രമാണ കാലം. ഞാൻ ഇങ്ങനെ ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ
3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുവെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. ആ, വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല. കൽപ്പലകയിൽ എഴുതിയത് മോശയിക പ്രമാണം. പുതിയ നിയമം ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ അപ്പോസ്തലന്മാരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതി കൊടുത്തു. ഇന്നും നമ്മൾക്ക് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുക. നമുക്കതൊന്നും പഠിക്കാനും ചിന്തിക്കാനും അതിനൊന്നും നേരമില്ല. നമ്മൾ വലിയ ബിസിയാ. ഞാൻ ചോദിക്കുക, എന്തിനാ ഈ ബിസി കാണിക്കുന്നേ? സുവിശേഷ വേലക്കാർ എന്തിനാ ബിസി കാണിക്കുന്നത്? വല്ലവരും കുഴിച്ചടിക്കാൻ, അവൻ്റെ കയ്യിരിക്കുന്ന ഭൗതികം അടിച്ചു മാറ്റാനോ? എന്തിനാ ഈ ബിസി കാണിക്കുന്നേ? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്താൽ പോരെ? ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനൊരു പുതിയ നിയമം നിങ്ങളോട് ചെയ്യുന്നു, കൽപ്പലകയിലല്ല ഹൃദയം എന്ന മാംസപ്പലകയിൽ. വായിച്ചാട്ടെ. എഴുതിയിരിക്കുന്നു, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോടും ക്രിസ്തുവിനാലുണ്ട്. വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. പുതിയ നിയമം, ന്യൂ കവനന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമം. മോശയിക പ്രമാണം മൃഗരക്തം കൊണ്ടാണത് സ്ഥാപിക്കുന്നതെങ്കിൽ പുതിയ നിയമം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് അത് സ്ഥാപിക്കുന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. ഞാനതൊരു മെസ്സേജായിട്ട് പിന്നീട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഒരു പുതിയ കൽപ്പന, ഒരു പുതിയ നിയമം ഞാൻ ചെയ്യാനുള്ള കാലം വരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പോൾ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഒരു പുതിയ നിയമം, ന്യൂ കവനന്റ് ഞാൻ ഇതാ ചെയ്യുന്നു. ഇതൊന്നും ആരുടെ ശ്രദ്ധപ്പെടാറില്ല. എല്ലാവരും പഴയ നിയമത്തിൻ്റെ പുറകെ നടക്കില്ല. എനിക്ക് പഴയ നിയമത്തിനോട് യാതൊരു എതിരുമില്ല. പഴയ നിയമം ഒരളവിൽ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നമുക്ക് കിട്ടിയത് പുതിയ നിയമമാണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ദൈവപുത്രനായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കർത്താവ് അവരെ വചനം ഫലമേൽപ്പിച്ചു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു എന്നീ ക്രമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വരെ എല്ലാവരും വായിച്ചു പഠിക്കണം. പുതിയ നിയമം പഠിക്കുന്നവരൊക്കെ ഈ വേദഭാഗങ്ങൾ വായിച്ചു പഠിച്ചോണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യം. ഈ 2 വേദഭാഗങ്ങൾ വായിച്ചു പഠിച്ചാൽ വചനം അപ്പോസ്തലന്മാർക്ക് കൊടുത്തു, വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനമാണെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ഇത് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ഗൗരവമേറിയ വിഷയമാണ്. ഇതൊന്നും മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ വിശ്വാസികൾ കുഴഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഞാനിതെടുത്ത് വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:17 മുതൽ. ഒരുത്തൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തുമൂലം തന്നോട് നിരപ്പിച്ചു. അവൻ നമ്മെ ക്രിസ്തുമൂലം, പിതാവാം ദൈവം യേശു ക്രിസ്തുമൂലം നമ്മെ പിതാവിനോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആർക്കാ? അപ്പോസ്തലന്മാർക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഓർക്കുന്നത്, ഞങ്ങളെ ഇത് ആദ്യമായിട്ട് ദൈവവൃത്തൻ പഠിപ്പിക്കുമ്പോൾ ഇത് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. വേറെ ആർക്കുമില്ലേ? ആർക്കുമില്ല. ലോകത്തിൽ വേറെ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാർക്കും ഇല്ല. കർത്താവ് തിരഞ്ഞെടുത്ത
പിതാവ് തിരഞ്ഞെടുത്ത് പുത്രന് കൊടുത്ത ആദിമ അപ്പോസ്തലന്മാരായ അപ്പോസ്തലന്മാർ പലരുണ്ട്. തിമത്യോസ്, തീത്തോസ്, ഫിലമോൻ, ഇവരെല്ലാം അപ്പോസ്തലന്മാരാണ്. ആദിമ അപ്പോസ്തലന്മാർ, കർത്താവിനോടുകൂടെ തിന്നുകുടിച്ച് നടന്നവർ, ഞങ്ങൾ കണ്ടു കേട്ടു തൊട്ടു നോക്കി എന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള 4-5 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിനോട് കൂടെ നടന്ന് കർത്താവ് ചെയ്ത പ്രവൃത്തികൾ കണ്ടു കേട്ടു തൊട്ടു നോക്കി ആയ അങ്ങനെയുള്ള ആദിമ അപ്പോസ്തലന്മാർ, അവരെയാണ് കർത്താവ് വചനം വെളിമേൽപ്പിച്ചത്. അവർക്കാണ് ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്. അവർ ചെയ്ത ശുശ്രൂഷയും അവർ പറഞ്ഞ നിരപ്പിൻ്റെ വചനങ്ങളും അവർ പറഞ്ഞ നിരപ്പിൻ്റെ ശുശ്രൂഷകളും സത്യവേദ പുസ്തകത്തിലുണ്ട്. അത് നന്നായി പഠിച്ച ആത്മാവിൽ ആ വചനങ്ങൾ ഏറ്റെടുത്ത് അതിൻ പ്രകാരം ശുശ്രൂഷ ചെയ്യാതെ പോയാൽ ശുശ്രൂഷകൾ പാളിപ്പോകും. ഒരു ചുക്കും കിട്ടത്തില്ല. അവസാനം ഇവിടെ കിട്ടുമല്ലോ, കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും, അതും എല്ലാം കിട്ടും. ഇവിടെ എല്ലാവിധ ബ്ലെസ്സിങ്ങും ഉണ്ടാവും. പക്ഷെ നിത്യതയിൽ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരിക്കും. കാരണം എന്താ കാര്യം? പൗലോസ് പറഞ്ഞു, ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ പറഞ്ഞ ഉപദേശം, ഞങ്ങളുടെ ജീവിതം എല്ലാം A to Z അനുകരിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പ്രാധാന്യതയെ ഞാൻ ഊട്ടി ഉറപ്പിച്ച് ഇപ്പോഴും എൻ്റെ ശുശ്രൂഷകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അങ്ങനെ അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം നമ്മൾ പഠിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. നഷ്ടമെന്ന് പറഞ്ഞാൽ അത് നിത്യതയുടെ നഷ്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ 2 സ്നേഹിതന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്തടുത്തായിട്ട് മരിക്കാനിടയായി, 1 മാസത്തിൻ്റെ വ്യത്യാസത്തിൽ. അവർ 2 പേരും പ്രത്യാശയോടെ കടന്നുപോയി. ഗൾഫിലുണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടു സഹോദരൻ ഹൂബർട്ട്, അദ്ദേഹം ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഞാൻ അയച്ചു കൊടുക്കും. അദ്ദേഹം അത് കേട്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഈ ഉപദേശങ്ങളൊന്നും ആർക്കും വേണ്ട, ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആർക്കും വേണ്ട. ഈ പാട്ടും കൂത്തും, ഈ സന്തോഷിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മതി. അതിന് തിമത്യോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കർണരസമാകുമാറ് ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അതിൻ്റെ പിറകെയാണ് ആൾക്കാർ. കർത്താവും അപ്പോസ്തലന്മാരും ആരും ചിരിപ്പിച്ചില്ല, കരയാൻ പറഞ്ഞേ ഉള്ളൂ. ഇന്ന് കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അപകട രേഖയുടെ അടുത്തൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളിൽ ശരിയായ പഥ്യവചനം, പഥ്യോപദേശത്തിൻ്റെ പഠനം നമുക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും ഈ 30 മിനിറ്റ് 31 മിനിറ്റൊക്കെ കിട്ടുന്ന ഈ ഒരു ക്ലിപ്പെങ്കിലും ദൈവത്തെ ഓർത്ത് അത് കേട്ട് ഗ്രഹിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ നിലയിലാണ് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക്, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. 2 കൊരിന്ത്യർ 5:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. നോട്ട് ചെയ്ത് വെച്ച്, എഴുതി വെച്ച് ആ വാക്യങ്ങൾ വായിച്ച് പഠിക്കണം. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരിക. കർത്താവിൻ്റെ വരവെന്നുള്ളതാണ് 1 തെസ്സലോനി 5-ാം അധ്യായം അല്ലെങ്കിൽ 1 തെസ്സലോനിക്ക ലേഖനം മുഴുവൻ അപഗ്രഥിച്ച് പഠിച്ചാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള സൂചനകൾ ശക്തമായി തരുന്നു. 2-ാം ലേഖനം, 1-ാം ലേഖനം കർത്താവിൻ്റെ വരവിനെ കുറിച്ച്, 2-ാം ലേഖനം യേശുക്രിസ്തുവിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും കാണിക്കും. അപ്പോൾ ഈ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. തെസ്സലോനിക്ക സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കിടക്കുന്നുണ്ട്. അവർക്ക് കർത്താവിൻ്റെ വരവിൻ്റെ കാലത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. അവരതിൽ ബോധവാന്മാരാണ്. തെസ്സലോനിക്ക സഭ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ബോധവാന്മാരാണ്. ഇന്നുള്ള സഭകളോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഇന്നുള്ള സഭകളോ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അറിയാമോ? എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 1 വർഷത്തെ മെസ്സേജുകൾ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിലപ്പോൾ ഒരു കഷ്ണം വാക്കോറ്റ പറയുന്ന സഭകളായിരുന്നു കൂടുതലും. പിന്നെ പ്രോസ്പെക്റ്റിക്കാരുടെ കാര്യം പറയും വേണ്ട, ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ കാര്യങ്ങൾ പറയും വേണ്ട. അവർക്ക് പാട്ടും കൂത്തും തുള്ളലും പിന്നെ ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ അവർക്കത് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക. അവർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നോർത്ത് ഞങ്ങൾ കരയുകയാണ് ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് തൻ്റെ പുത്രനെ
നമ്മുടെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനിലൂടെ ദൈവം നമ്മെ രക്ഷിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് മാനവജാതിയിലെ ഏറ്റവും പ്രധാന വിഷയം. അതിനെ കവിഞ്ഞു വേറൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനില്ല, ചിന്തിക്കാനില്ല എന്നുള്ളത് നാം നന്നായി മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കണം. മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം. അങ്ങനെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തിയിട്ട് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗമാണ് കേട്ടോ അത്. സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ രക്ഷിക്കപ്പെട്ടവനെ ദൈവസഭയിൽ കൊണ്ടുവന്ന് പുതുപുത്ത പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്ത് അവനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നടത്തി വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഉപദേശം പ്രസംഗിച്ച് അവനെ രക്ഷാപൂർത്തിയിലേക്ക് നടത്തുവാൻ ദൈവവചനം ശക്തിയോടെ പ്രസംഗിച്ച് അവനെ വചനം പ്രസംഗിച്ച് നടത്തിക്കൊണ്ടിരിക്കണം. ലോകത്തിൻ്റെ അശുദ്ധിയിലും ലോകത്തിൻ്റെ ചെയ്തികളിലേക്കൊന്നും പോകാതെ ദുരുപദേശങ്ങളിൽ വീഴാതെ പഥ്യവചനം പഥ്യോപദേശം കൊടുത്ത് അവനെ വളർത്തിയെടുക്കുക. അതിന്ന് കാണുന്നില്ല. അപ്പോസ്തലന്മാർ അത് ചെയ്തിരുന്നു. 2 യോഹന്നാൻ്റെ ലേഖനം 8-9 വാക്യങ്ങൾ വായിക്കും. ഒന്ന് ചിന്തിച്ചാട്ടെ. ഞാൻ രാവിലെ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ വിഷയമാണ്, ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. 2 യോഹന്നാൻ 8-9 വാക്യങ്ങൾ വായിച്ചാണ്. 2 യോഹന്നാൻ 8-9 വാക്യം. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളും. അതെന്താ അങ്ങനെ പറയുന്നത്? അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു. അടുത്ത ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിന് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറയുകയും വരുത്. അടുത്ത അവനോട് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. മതി. നമ്മളിപ്പോൾ അവന് പപ്പടം പഴം പായസം കൊടുത്ത് തീറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ദുരുപദേശം പറയുന്നവനെ. സഭകളിലും പാസ്റ്റർമാർ ചെയ്യുന്നതാ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അന്യതാപദേശം പറയുന്നവനെ തീറ്റിച്ചുകൊണ്ടിരിക്കുക, അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, അവരെ പോറ്റിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, ചെയ്തോ. അവസാനം കാഹളം ധരിക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഗൗരവം എന്താണ്, ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിന് വിട്ടുപോയാൽ ദൈവമില്ലവനെ. ഞങ്ങളുടെ പ്രയത്നഫലം നശിപ്പിച്ച് കളയരുത്. ഞങ്ങളുടെ പ്രയത്നം എന്താ? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ സഭയെ നിലനിർത്തിക്കൊണ്ടുവന്നവർ. അപ്പോസ്തലന്മാർ ചെയ്തത് അതാ. ഇന്നത്തെ അപ്പോസ്തലന്മാർ ചെയ്യുന്നത് മുഴുവൻ അവരുടെ ഭൗതിക നന്മയ്ക്ക് വേണ്ടി കിടന്ന് പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ പുറങ്കാൽ കൊണ്ട് തട്ടിക്കളഞ്ഞ് അവരുടെ അനിഷ്ടപ്രകാരം മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ പഠിപ്പിച്ച് ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്ന അനുഭവം. അതുകൊണ്ടാണ് ഞാനിത് ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം